ഇന്ത്യ സമുദ്ര പരിവേഷണത്തിൽ രാജാവാകാനൊരുങ്ങുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാർൽസ്ബർഗ് റിഡ്ജിൽ അനുവദിച്ച 10,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പോളിമെറ്റാലിക് സൾഫൈഡുകൾ പരിവേഷണം ചെയ്യുന്നതിനുള്ള പ്രത്യേക അവകാശങ്ങൾക്കായി ഭൗമശാസ്ത്ര മന്ത്രാലയവും ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിയും തമ്മിൽ 15 വർഷത്തെ പുതിയ കരാറിൽ ഒപ്പുവെച്ചതായി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ഇതോടെ പോളിമെറ്റാലിക് സൾഫൈഡുകളുടെ പരിവേഷണത്തിനായി ISIയുമായി 2 കരാറുകൾ ഒപ്പുവെക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇത് ആഴക്കടൽ വിഭവ പരിവേഷണത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപരമായ സാന്നിധ്യത്തിലും ഇന്ത്യയുടെ മുൻനിര പങ്ക് വീണ്ടും ഉറപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഡീപ്പ് ഓഷൻ മിഷന്റെ ദർശനം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് പുതിയ കരാർ. കടൽ തീര ധാതു പരിവേഷണം, ഖനന സാങ്കേതിക വികസനം, ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി ഇനിഷ്യേറ്റീവ് ശക്തിപ്പെടുത്തൽ എന്നിവയിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കാർൽസ്ബർഗ് റിഡ്ജിൽ PMS പരിവേഷണത്തിനുള്ള പ്രത്യേക അവകാശങ്ങൾ ഔപചാരികമാക്കുന്നതിലൂടെ ആഴക്കടൽ ഗവേഷണത്തിലും പരിവേഷണത്തിലും ഇന്ത്യ അതിൻ്റെ നേതൃത്വം കൂടുതൽ ഉറപ്പിക്കുകയാണ്. ഇത് നമ്മുടെ സമുദ്ര സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ഭാവിയിലെ വിഭവ വിനിയോഗത്തിനായി ദേശീയ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. പോളിമെറ്റാലിക് സൾഫൈഡുകളിൽ ഇരുമ്പ്, ചെമ്പ്, സിങ്ക്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം തുടങ്ങിയ വിലയേറിയ ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ സമുദ്രത്തിന്റെ പുറംതോടിൽ നിന്നുള്ള ചൂടുള്ള ജലവൈദ്യുത ദ്രാവകങ്ങൾ രൂപം കൊള്ളുന്ന അവക്ഷിപ്തങ്ങളുമാണ്. അവയുടെ തന്ത്രപരവും വാണിജ്യപരവുമായ സാധ്യതകൾ ആഗോള ശ്രദ്ധയാകർഷിച്ചു ഇന്ത്യയെ ആഴക്കടൽ വിഭവ പരിവേഷണത്തിൽ മുൻനിരയിൽ നിർത്തുന്നു. ISIയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിത്തത്തെ എടുത്തു കാണിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ പോളിമെറ്റാലിക് നോഡ്യൂൾ പരിവേഷണത്തിന് ഒരു പ്രദേശം ലഭിച്ച ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. സെൻട്രൽ ഇന്ത്യൻ റിഡ്ജിലും സൗത്ത് വെസ്റ്റ് ഇന്ത്യൻ റിഡ്ജിലും മറ്റൊന്ന് കാർൽസ്ബർഗ് റിഡ്ജിലും 2 PMS കരാറുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര അടിത്തട്ട് ഈ PMSനായി അനുവദിച്ച ഏറ്റവും വലിയ പരിവേഷണ മേഖലയും ഇന്ത്യക്കാണ്. ISIയുമായുള്ള ഇന്ത്യയുടെ 30 വർഷത്തെ ബന്ധം അഭിമാനകരമാണ്. ISI അതിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കുമ്പോൾ മനുഷ്യരാശിയുടെ പൊതു പൈതൃകത്തിനായുള്ള തങ്ങളുടെ ദൗത്യം നിറവേറ്റുന്നതിനായി ISIയുമായി അടുത്ത് പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പാക്കുന്നതായി മന്ത്രി പറയുന്നു. കടൽ തീര പരിവേഷണത്തിൽ ഇന്ത്യയുടെ നേതൃത്വപരമായ പങ്കിൽ മറ്റൊരു നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്ന 8ാമത് ISI വാർഷിക കോൺട്രാക്ടർമാരുടെ യോഗം സെപ്റ്റംബർ 18 മുതൽ 20 വരെ ഗോവയിൽ ഇന്ത്യ നടത്തും. മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി ധാതു വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനൊപ്പം പരിവേഷണം ചെയ്യപ്പെടാത്ത സമുദ്ര അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയ അറിവ് സൃഷ്ടിക്കുന്നതിനും സമുദ്ര പരിതസ്ഥിതിയുടെ ഫലപ്രദമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ISIയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഡീപ്പ് ഓഷൻ മിഷന്റെ ദർശനം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് പുതിയ കരാർ. ഇത് കടൽ തീര ധാതു പരിവേഷണം, ഖനന സാങ്കേതിക വികസനം, ഇന്ത്യയുടെ ബ്ലൂ ഇക്കോണമി സംരംഭങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അന്താരാഷ്ട്ര സമുദ്ര പരിവേഷണത്തിൽ PMSനായി അനുവദിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരിവേഷണ മേഖല ഇപ്പോൾ ഇന്ത്യക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം.